എൻ്റെ പേര് ജുബിന ജുനൈദ്. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ദം ബിരിയാണിയാണ്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. നമുക്ക് നമ്മുടെ കൊഞ്ച് മാഗ്നേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 4 ടീസ്പൂൺ മുളക് പൊടി ഇടണം, 2.5 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കത് മാഗ്നേറ്റ് ചെയ്യാം. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൊഞ്ച് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് ഈ കൊഞ്ചിൻ്റെ തന്നെ എസൻസ് വാട്ടർ പുറത്തേക്ക് വരും. നമ്മളത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഗ്രേവി നമുക്ക് പിന്നീട് മസാല ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. ചെമ്മീൻ്റെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യേണ്ട സവാള ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സവാള ഒന്നുകൂടെ പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇവിടെ എന്ത് സ്റ്റൈലാണ് ഇത്? തലശ്ശേരി ടൈപ്പാ. ഈ റൗണ്ട് കംപ്ലീറ്റ് തലശ്ശേരി കേട്ടോ. പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ വീട്ടിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. യുവർ ഓൺ മസാലാസ് അല്ലേ? മിക്സിങ്. ഓക്കെ, ജുബിന ഫ്രം കൊല്ലമാണ്. കൊല്ലമാണെങ്കിലും തലശ്ശേരി സ്റ്റൈലാണ് ചെയ്യണത്. ഓക്കെ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണോ ബിരിയാണിയും? സ്ഥിരമായിട്ട് ചെയ്യാറില്ല. പാഷനാണ്, കുക്കിംഗ് പാഷനാണ്. എങ്കിലും കുഞ്ഞ് ബേബി ഉണ്ടായതുകൊണ്ട് ചെയ്യൽ അങ്ങനെ പറ്റാറില്ല. എത്ര പ്രായമായി കുഞ്ഞിനെ? ബേബിക്ക് 1 വയസ്സ് കഴിഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ വീട്ടിലല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. റിയൽ ഹൗസ് കൊല്ലത്താണ്. കല്യാണം കഴിഞ്ഞ് താമസിക്കുന്നതും കൊല്ലത്താണ്. ഓക്കെ, അവിടെ തന്നെയാണ്. കൊല്ലം പിന്നെ എന്ന് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും തിരിച്ചു പോകാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നന്നായി ചെയ്യൂ. താങ്ക് യു മാം. നമ്മുടെ സവാള ഇപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി നമുക്കിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് തന്നെ നമ്മുടെ പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പ് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയും പരിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. അപ്പോൾ സവാള ഫ്രൈ ചെയ്തതിൽ നിന്നും നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം. സവാള ചെറുതായി വാടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം. ഇഞ്ചി 2 സ്പൂണ്, വെളുത്തുള്ളി 2 സ്പൂണ്, 5 വലിയ പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വാടാനായിട്ട് സഹായിക്കും. നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഇട്ടാൽ മതിയാവും. 1/4 ടീസ്പൂണിനകത്ത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാല 1 സ്പൂൺ മതി. 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. 2 തക്കാളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/2 പിടി പുതിനയില കൂടെ. 3 സ്പൂൺ കർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ ഭാഗം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജുബിന എന്താ ഏത് സ്റ്റേജ് എത്തി?
മസാല ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി വറുത്ത് കഴിഞ്ഞോ? ഇല്ല, വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെമ്മീൻ ഇട്ടോട്ടെ. ഇട്ടുള്ളൂ. അപ്പൊ റൈസിന്റെ പാർട്ട് എന്തായി? വേവിച്ചോ? ഇല്ല, അപ്പോൾ സമയം എടുക്കും. ഓക്കെ, അതല്ല, ഈ പാനിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇതിൽ തന്നെ ഈ മസാല ഇട്ട് ഇടാന്ന്. കുഴപ്പമില്ല, നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചെമ്മീനാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം. നമുക്കൊരു 3 സ്പൂൺ നാരങ്ങാനീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് വെക്കാം. അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ. ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിപത്രി എല്ലാം ഈ ഓയിലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം. കുറച്ച് ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൈമ റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആ വെള്ളം വറ്റും വരെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡിയാവും. നമ്മുടെ ചോറ് റെഡിയായി. നമുക്ക് ദം ഇടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മസാല ഈ താഴ്ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. കുറച്ച് റൈസ്, കുറച്ചധികം മല്ലിയില ഇടുന്നത് ചോറിന് നല്ല ടേസ്റ്റ് കൊടുക്കും. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ദം ചെയ്താൽ നമുക്കത് സെർവ് ചെയ്യാം.